എന്താണ് ഈ സുവിശേഷം ഇത്രമാത്രം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന കാര്യമല്ല. ഹൃദയത്തിനൊരു മാറ്റം വരാതെ ഞങ്ങളുടെ കൂടെ കൂടിയാലും ഒരു പ്രയോജനവുമില്ല. ഖുദാ തൂ ബഖ്ശ് ദേ മുझे वो आशीषें जो मैं खो चुका हूँ, खुदा ले वापस मुझे. യേശുക്രിസ്തുവിന് വേണ്ടത് ഹൃദയത്തിന് മാറ്റം വന്നവരെയാണ്. हो चुका हूँ मैं, अकेला रह गया हूँ, आज कोई नहीं है पास. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. CCN മീഡിയ പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ അത്യാവശ്യമായി നാം അറിയേണ്ടുന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് അറിയിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, ലോകമെങ്ങും വിവിധ നിലകളിലുള്ള പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മതമേഖലയിലുള്ള പ്രസംഗങ്ങളുണ്ട്, സാമുദായിക വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ നിലകളിലുള്ള വിഷയങ്ങൾ പ്രസംഗിക്കുന്ന ധാരാളം പ്രസംഗകരും അത്തരം പ്രസംഗങ്ങളും നമുക്ക് എവിടെയും കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി അനേക നൂറ്റാണ്ടുകളായി ലോകമെങ്ങും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. എന്താണ് ഈ സുവിശേഷം ഇത്രമാത്രം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്പം ചില കാര്യങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ സുവിശേഷം എന്ന് പറയുന്നത് സാർവദേശീയമായി പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ്. നമുക്കറിയാം, നാം ഒക്കെ വ്യത്യസ്ത ദേശങ്ങളിൽ പാർക്കുന്നവരാണ്, വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്. നമ്മുടെ രാജ്യങ്ങൾക്കൊക്കെ ഓരോ വിഷയ സംബന്ധമായി അതിൻ്റേതായ ചില നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ജീവിത രീതികളോട് ബന്ധപ്പെട്ടാകട്ടെ, നമ്മുടെ പുറത്തുള്ള സാമൂഹിക ഇടപാടുകളോട് ബന്ധപ്പെട്ടാകട്ടെ, നമ്മുടെ ഗവൺമെൻറ്റിനോടുള്ള നമ്മുടെ കടപ്പാടുകളോട് ബന്ധപ്പെട്ടാകട്ടെ, വ്യത്യസ്തങ്ങളായ നിയമങ്ങളാണ് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത്. ഒരു രാജ്യത്തിൻ്റെ നിയമമായിരിക്കില്ല മറ്റൊരു രാജ്യത്തിന് ഉള്ളത്. ഈ നിയമങ്ങളൊക്കെ തന്നെ ദേശത്തിൻ്റെയും അതിർവരമ്പുകളുടെയും അപ്പുറത്തേക്ക് പോകുമ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സുവിശേഷത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ഇത് സാർവദേശീയമായ സന്ദേശമാണ് എന്നുള്ളതാണ്. ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സുവിശേഷ സന്ദേശത്തിന് മാറ്റം വരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ അതിർവരമ്പുകളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സുവിശേഷ സന്ദേശത്തിന് മാറ്റം വരുന്നില്ല. അതത് ഗവൺമെൻറ്റുകളുടെ നിയമങ്ങൾക്കനുസരിച്ച് മാറ്റി പ്രസംഗിക്കേണ്ട ഒന്നല്ല സുവിശേഷം എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, നാം മലയാള ഭാഷ സംസാരിക്കുന്നവരാണ്. നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നമ്മുടെ ദേശത്ത് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിനായി പ്രസംഗിക്കപ്പെടുന്ന ആ സുവിശേഷം ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാഷ മാത്രമേ മാറുന്നുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിലും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വിഷയത്തിന് ഒരു മാറ്റവും വരുന്നില്ല. ഈ രാജ്യത്തിന് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവരവരുടെ ഭാഷകളിൽ ഈ സന്ദേശം അറിയിക്കുമ്പോഴും അതിന് ഭാഷയ്ക്ക് മാറ്റമുണ്ട് എന്നുള്ളത് അല്ലാതെ ആ സന്ദേശത്തിന്, അതിൻ്റെ കാതലായ വിഷയത്തിന് ഒരു മാറ്റവും വരുന്നില്ല. നാം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഇത്തരം മീഡിയകളിലൂടെ ഇന്ന് ലോകമെങ്ങും ഈ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്. ഇത് സാർവദേശീയമായ സന്ദേശമാണ്. കേരളത്തിലുള്ളവർക്ക്, ഭാരതത്തിലുള്ളവർക്ക്, അതിന് പുറത്തുള്ളവർക്ക്, ഏത് രാജ്യത്തിലും ഏത് ദേശത്തിലുമുള്ളവർക്കും
ഉൾക്കൊള്ളുവാൻ ആവശ്യമായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിൻ്റെ കാതലായ വിഷയം പറയുന്ന ഒരു വാക്യം വിശുദ്ധ ബൈബിളിലുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ വാക്യത്തിൽ ഈ വിഷയത്തിൻ്റെ പ്രസക്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഈ പ്രസംഗത്തിൻ്റെയും ഈ വിഷയത്തിൻ്റെയും ഒരു പ്രാധാന്യം അതുതന്നെയാണ്. കാലങ്ങൾക്കനുസരിച്ചും ഇതിന് ഒരു മാറ്റവും വരുന്നില്ല. 2000 ആണ്ടുകൾക്ക് മുൻപ് പ്രസംഗിക്കപ്പെട്ട അതേ സുവിശേഷം തന്നെയാണ് ഇന്നും ആവർത്തിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശാസ്ത്രീയ മേഖലകളിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു, എന്തെല്ലാം പുരോഗതികൾ സംഭവിച്ചു. പഴയത് പലതും കാലഹരണപ്പെട്ടു പോയി പുതിയതിലേക്ക് വന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തപ്പെട്ടു നിൽക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾ പലത് കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഒരു മാറ്റവും കൂടാതെ ഇന്നും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിഷയത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, വിശേഷാൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സുവിശേഷത്തിൻ്റെ സത്യവചനത്താൽ. അവിടെ ഒരു വലിയ യാഥാർത്ഥ്യം കൂടെ വെളിപ്പെടുത്തുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് സത്യവചനമാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അസത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, കള്ളത്തരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നാം ഒക്കെ സത്യം പറയുന്നവരായിരിക്കാം, എന്നാൽ സത്യം മാത്രമല്ല നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ വ്യാജ സന്ദേശങ്ങൾ മീഡിയാസിലൂടെ ലോകമെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത വാർത്തകൾ നാം ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലല്ലയോ ജീവിക്കുന്നത്? അവിടെയാണ് ഈ സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ തന്നെ വ്യക്തമായി പറയുകയാണ്, ഇത് സത്യവചനമാണ് എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് യാതൊരു കള്ളവുമില്ലാത്ത, യാതൊരു വ്യാജവുമില്ലാത്ത സന്ദേശമാണ്. അങ്ങനെ പറയുവാൻ ഒരു കാരണമുണ്ട്. ഈ വിഷയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഇതൊരു മതത്തെക്കുറിച്ചുള്ള പ്രസംഗമല്ല, ഇതൊരു സഭയെക്കുറിച്ചുള്ള പ്രസംഗമല്ല, ഇത് ഏതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ചുള്ള പ്രസംഗമല്ല. ഇത് മനുഷ്യരാരെങ്കിലും എഴുതിയുണ്ടാക്കിയ കുറെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ ഒരു സന്ദേശമേ അല്ല. പിന്നെ ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സന്ദേശമാണ്. അത് മറ്റാരുമല്ല, ഇന്നേ വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് തികച്ചും നിസ്തുല്യനായി വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സത്യവചനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കാരണം യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൽ പരസ്യമായി അവകാശപ്പെട്ടത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. യേശുക്രിസ്തു ലോകത്തോട് വ്യക്തമായും പരസ്യമായും വിളിച്ചു പറഞ്ഞു, ഞാനാകുന്നു സത്യമെന്ന്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മനുഷ്യവേഷമെടുത്ത് ഇവിടെ ജീവിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വിശേഷിപ്പിക്കുന്ന ഒരു വാചകമാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വല്ലപ്പോഴുമൊക്കെ സത്യം പറഞ്ഞവനായി എന്നല്ല, അല്പസ്വല്പം സത്യമുള്ളവനായി എന്നല്ല. ആ വാചകം പറയുന്നത് സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ക്രിസ്തുവിൻ്റെ സവിശേഷത അതുതന്നെയാണ്. ലോകത്തിൽ പല മേഖലകളിൽ അനേക മഹാന്മാര് ജനിച്ച് ജീവിച്ചിട്ടുണ്ട്, മരിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് മതമേഖലയാകാം, രാഷ്ട്രീയ മേഖലയാകാം, സാഹിത്യ മേഖലയാകാം, വിദ്യാഭ്യാസ മേഖലയാകാം, ഭരണമേഖലയാകാം. ഇങ്ങനെ ഏതു മേഖലകളിലും ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം പിടിച്ചുപറ്റിയ നിരവധി മഹാരഥന്മാർക്ക്
ജന്മം കൊടുത്ത ഒരു നാട്ടിലൂടെയാണ് നാം ജീവിക്കുകയും കടന്നു പോവുകയും ചെയ്യുന്നത്. എന്നാൽ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായി യേശുക്രിസ്തു നടത്തിയ നിരവധി അവകാശവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ സത്യമാകുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവനിൽ സത്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സത്യം ജഡത്തിൽ അവതരിച്ചതാണ് കർത്താവായ യേശുക്രിസ്തു. സത്യം ലോകത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാകയാൽ ഈ സന്ദേശത്തെ സത്യവചനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ പ്രസംഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വിടുതലിന്റെ സന്ദേശമാണ്, ഇത് ആശ്വാസത്തിന്റെ സന്ദേശമാണ്. യേശുക്രിസ്തു തന്നെ പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു അനുഗ്രഹീതമായ പ്രസ്താവനയുണ്ട്. വിശുദ്ധ ബൈബിളിലെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അരികെ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്ന, പാപഭാരം ചുമക്കുന്ന, അടിമത്വത്തിൽ കിടക്കുന്ന, ബന്ധനത്തിന്റെ കീഴിൽ കിടക്കുന്ന മനുഷ്യവർഗത്തെ തൻ്റെ അരികിലേക്ക് വിളിച്ച് അവർക്ക് ആശ്വാസവും വിടുതലും കൊടുക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. യേശുക്രിസ്തുവിനെ സത്യമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുമ്പോൾ ബൈബിളിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അങ്ങനെ ഹൃദയത്തിനൊരു മാറ്റം വരാതെ ഒന്നാമത്തെ വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിന് യേശുക്രിസ്തുവിന് വേണ്ടത് സ്വതന്ത്രത്തിലും മാറ്റം വന്നവരെയെല്ലാം സുവിശേഷത്തിലൂടെ മനുഷ്യവർഗത്തിന് വിടുതലുണ്ട്. ഇത് സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ആശ്വാസത്തിന്റെ സംഗതിയാക്കട്ടെ. ഹൃദയങ്ങളെ ഞങ്ങളുടെ ആശ്വാസപ്രാർത്ഥനയും അനുഗ്രഹീതമായ സന്ദേശമാണ്. നമുക്ക് പകരമായി മരിക്കുവാൻ തയ്യാറായി, തന്റെ ജീവനെ തരുവാൻ തയ്യാറായി, തന്റെ രക്തത്തിന്റെ സന്ദേശം നമുക്ക് വേണ്ടി ഒഴുക്കി തരുവാൻ തയ്യാറായി. എന്നാൽ മനുഷ്യൻ ജീവിക്കുന്നു, അടിമകളായി ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവനങ്ങളെ സമർപ്പിക്കുക. ഇതാണ് സുവിശേഷം. സുവിശേഷം മനുഷ്യനെ അടിമപ്പെടുത്തികളിൽ ജനജീവിതങ്ങളെയും കാണുവാനായിട്ട് കഴിയും. അതിലൊന്നാണ് മതം എന്ന് പറയുന്നവർക്ക് ഇന്നുങ്ങളിൽ അത്ഭുതകരമായ മതത്തിന്റെ പ്രമാണങ്ങൾക്കും ആചാരങ്ങൾക്കും അടിമപ്പെട്ടിട്ട് മനുഷ്യജീവന് വില കൽപ്പിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലയോ ഞാനും നിങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മതത്തിനടിമപ്പെട്ട മനുഷ്യജാതിയെ നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, പാപത്തിന് മനുഷ്യൻ അടിമയാണ് എന്നുള്ളതാണ് എല്ലാ മനുഷ്യനെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് അക്രമങ്ങൾ നടക്കുന്നത്, അതിക്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് സകലവിധ തിന്മകളും നടക്കുന്നത്, എല്ലാ കൊള്ളരുതായ്മകളും നടക്കുന്നത്. ഇതെല്ലാം പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ്. പാപം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തികളാണ്. ബൈബിൾ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന്. ഈ കാര്യത്തിൽ മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, ദേശത്തിന്റെ അതിർവരമ്പുകളുടെ വ്യത്യാസമില്ല. ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരെയും കുറിച്ച് ബൈബിൾ പറയുന്നു, എല്ലാവരും പാപികളാണ്. അവിടെയാണ് ഈ സുവിശേഷ സന്ദേശത്തിന് പ്രസക്തിയുള്ളത്. ഈ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ വളരെ വ്യക്തമായി ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം എന്ന് പറയുന്നത്. പിന്നെയോ ഇത് ഹൃദയങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു സന്ദേശമാണ്, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്. ഇത് മനുഷ്യന്റെ സമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സന്ദേശമാണ്. ആ നിലയിൽ ഈ സന്ദേശം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ചില തെറ്റിദ്ധാരണകൾ തോന്നാം. ഇത് നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലേക്ക് ആളെ കൂട്ടാനാണോ, അല്ല ചില പ്രത്യേക മതത്തിലേക്ക് ആളെ കൂട്ടാനാണോ? അല്ല. അപ്പോസ്തലനായ പൗലോസ് എന്ന അനുഗ്രഹീതനായിരുന്ന ഒരു ദൈവദാസൻ 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന്. ലജ്ജ കൂടാതെ ധൈര്യത്തോടും അഭിമാനത്തോടും കൂടി ഈ സന്ദേശം പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളതല്ല, മറിച്ച് ഇത് കേൾക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരണം.
അവരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരണം. അവരെ അടിമപ്പെടുത്തിയിരിക്കുന്ന അടിമ ചങ്ങലകളിൽ നിന്ന് അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. അവരുടെ ജീവിതങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകണം. അതിലൂടെ അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ദേശത്ത് പാർക്കുമ്പോൾ ആ ദേശത്തിന് തന്നെ അതൊരു ഐശ്വര്യവും സമാധാനവുമായി തീരുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം എന്ന് പറയുന്നത് ആരെയെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് ചേർക്കുന്നതിനുള്ള സന്ദേശമല്ല, മറിച്ച് ഇത് കേൾക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു ദൈവനിയോഗം എന്നുള്ള നിലയിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ് സുവിശേഷത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ് എന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ബൈബിളും ആ പ്രസംഗത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് നിർവചനം തന്നിട്ടുള്ളത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയെ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്ന സന്ദേശമാണ്. ഞാനത് ഒന്നുകൂടെ പറയട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ചില ആചാരങ്ങൾ അറിയിക്കുന്ന ഒരു സന്ദേശമല്ല. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതും ഒരു മതം സ്ഥാപിക്കാനായിട്ടല്ല. ഒരു പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ ക്രൈസ്തവ മതം എന്നൊരു മതം ഇന്ന് ലോകത്തിലുണ്ട്, ലോകത്തിലുള്ള മറ്റ് അനേക മതങ്ങളെ പോലെ തന്നെ. എന്നാൽ യേശുക്രിസ്തു വന്നത് അങ്ങനെ ഒരു മതം സ്ഥാപിക്കാനായിട്ടല്ല. പിന്നെ എന്തിനാണ് യേശുക്രിസ്തു വന്നത്? മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരുന്ന പാപമെന്ന ആ വലിയ പ്രശ്നത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ യേശുക്രിസ്തു സാക്ഷാൽ ദൈവം ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു. അതാണ് യേശുക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ പറയുന്ന പ്രസംഗങ്ങൾ സുവിശേഷമെന്നോ നല്ല വാർത്തയെന്നോ പ്രയോജനമുള്ള ആ വാർത്തയെന്നോ പറയുവാൻ കാരണം, നമുക്കറിയാം ലോകത്തിൽ ജനിച്ച മറ്റാരും മനുഷ്യനു വേണ്ടി ചെയ്യാത്ത നിസ്തുല്യമായ ഒരു കാര്യമാണ് യേശുക്രിസ്തു ചെയ്തത്. മറ്റുള്ളവരൊക്കെ ചില പ്രമാണങ്ങൾ അനുസരിക്കാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചില നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്, ലോകം രാജ്യം ഒക്കെ ആ നിയമങ്ങൾ പ്രമാണിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു കേവലം ചില പ്രമാണങ്ങൾ തന്നിട്ട് പോവുകയല്ലായിരുന്നു, നമുക്ക് ആചരിക്കുവാൻ ചില ആചാരങ്ങൾ തന്നിട്ട് പോവുകയല്ലായിരുന്നു. പിന്നെയോ യേശുക്രിസ്തു ചെയ്തത് എന്നെയും നിങ്ങളെയും ബാധിച്ച പ്രശ്നം എന്താണോ അത് മനസ്സിലാക്കി അതിന് പരിഹാരം വരുത്തുകയുണ്ടായി. അതെങ്ങനെയാ പരിഹാരം വരുത്തിയത്? പാപമെന്ന പ്രശ്നത്തിന് താൻ തന്നെ ഒരു പരിഹാരം വരുത്തുകയാ. തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ആ പാപത്തിന് പരിഹാരം വരുത്തിയത്. അതാണ് യേശുക്രിസ്തുവിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, ഏക സത്യദൈവം ജഡമെടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ മനുഷ്യനായി ചില കാലം ജീവിച്ച് അതിൻ്റെ ഒടുവിലായി കാൽവറിയിലെ ക്രൂശിലേക്ക് താൻ കയറുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ഈ പാപമോചനം സാധിപ്പിച്ചത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് താൻ ചെയ്ത ഏതെങ്കിലും തെറ്റിനു വേണ്ടിയല്ല, പിന്നെയോ ഞാനും നിങ്ങളും ചെയ്ത, മനുഷ്യവർഗം അകപ്പെട്ടു പോയ പാപമെന്ന പ്രശ്നത്തിന് പരിഹാരം തരുവാൻ മതങ്ങൾക്കോ ഇസങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ സംഘടനകൾക്കോ ലോക നേതാക്കന്മാർക്കോ ആർക്കും കഴിയാതെ വന്നപ്പോൾ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടത് സാധ്യമല്ലാതെ വന്നപ്പോൾ, നമ്മെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ നമ്മിലൊരുവനായി ചരിത്രത്തിന്റെ ഭാഗമായി, അതാണ് ഇന്നേക്ക് 20-ലധികം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യവേഷമായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ വന്ന് ജീവിച്ച് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു. എന്നാൽ അതിൻ്റെ ആത്യന്തികമായി യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ അത് മുഴുവൻ തൻ്റെ ശരീരത്തിൻ്റെ മേൽ ഏറ്റുകൊണ്ട് കാൽവറിയിലെ ക്രൂശിലേക്ക് കയറുകയായിരുന്നു. ആ ക്രൂശിലെ മരണത്തിലൂടെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി. ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ഒരു ശിക്ഷയുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണമാണ്, ആ ന്യായവിധിയാണ്, ആ നരകശിക്ഷയാണ് നമുക്ക് വേണ്ടി യേശുക്രിസ്തു ഏറ്റുവാങ്ങിയത്. നമുക്ക് പകരമായി മരിച്ച ഒരു മരണം. എബ്രായ ലേഖനം ബൈബിളിൽ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി ആസ്വദിച്ച മരണമാണ് യേശുക്രിസ്തുവിന്റെ മരണം. എനിക്കും നിങ്ങൾക്കും പകരമായി ഏറ്റുവാങ്ങിയ പ്രായശ്ചിത്ത മരണം.
ആ മരണത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ മാറ്റി. അതുമാത്രമല്ല, ലോകത്തിലുള്ള സകലരും മരിച്ച് മാറ്റപ്പെട്ട് കല്ലറകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കേവലം ഒരു പിടി ഓർമ്മകൾ മാത്രം ചരിത്രത്താളുകളിൽ അവശേഷിപ്പിച്ചിട്ട് കാലയവനികയ്ക്കുള്ളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ലോകത്തിൽ ഇതാ ഒരുവൻ മാത്രം മരണത്തെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. മറ്റാരുമല്ല, ഈ സുവിശേഷത്തിൻ്റെ കാതലായ വ്യക്തി യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു, ഹൃദയം തുറന്ന് യേശുവിനെ ആര് ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു, അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരികയാണ്. ഞാൻ ലോകത്തിൻ്റെ സമാധാനമാകുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയും നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു വലിയ രൂപാന്തരം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ വാക്ക് കേൾക്കുന്ന ഞങ്ങളുടെ മാന്യ സഹോദരങ്ങളെ വളരെ വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ, എന്നാൽ തികച്ചും ആധികാരികതയോടും അഭിമാനത്തോടും കൂടി പറയട്ടെ, കഴിഞ്ഞ നിരവധി നൂറ്റാണ്ടുകളിലെ സത്യാന്വേഷികളായ മനുഷ്യൻ അന്വേഷിച്ചിട്ടും കണ്ടെത്താതെ പോയ, മനുഷ്യൻ പരാജയപ്പെട്ടു പോയ ആ സ്ഥാനത്ത് ഞാനാണ് സത്യമെന്ന് പറഞ്ഞ് ചരിത്രത്തിലേക്ക് കടന്നു വന്ന ഈ പുരുഷനെ, ഈ ദൈവപുത്രനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയല്ലാതെ നമ്മുടെ രക്ഷയ്ക്ക് വേറൊരു മാർഗവുമില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന കാര്യമല്ല, മറിച്ച് അങ്ങനെ ഹൃദയത്തിനൊരു മാറ്റം വരാതെ ഞങ്ങളുടെ കൂടെ കൂടിയാലും ഒരു പ്രയോജനവുമില്ല. യേശുക്രിസ്തുവിന് വേണ്ടത് ഹൃദയത്തിന് മാറ്റം വന്നവരെയാണ്. പാപ വഴികളെ ഉപേക്ഷിച്ച് പാപപരിഹാരം വരുത്തിയ ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്നവരെയാണ്. ഈ വാക്ക് കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈ സത്യം മനസ്സിലായി സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഈ ക്രിസ്തു മാത്രം നമുക്ക് പകരമായി മരിക്കുവാൻ തയ്യാറായി, തൻ്റെ ജീവനെ തരുവാൻ തയ്യാറായി, തൻ്റെ രക്തം അത് നമുക്ക് വേണ്ടി ഒഴുക്കി തരുവാൻ തയ്യാറായി, എന്നാൽ ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. ഇതാണ് സുവിശേഷം. സുവിശേഷം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജനജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ആ രൂപാന്തരത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവർക്ക് ഇന്നും അത് അത്ഭുതകരമായ രൂപാന്തരം തരുന്ന സന്ദേശമാണ്. നിങ്ങൾക്കും ഇത് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.